രക്ഷകാദേവ അകമഴിഞ്ഞു ഞങ്ങളെ പാലിക്കദേവ, അഴലാകെ നീക്കി അങ്ങാനന്ദമേകി സകല സൗഭാഗ്യങ്ങൾ ഏകേണേ നിത്യം. ക്രിസ്തുവും കൃഷ്ണനും അല്ലാഹുവും നീയേ, നിസ്തുല സൗഭാഗ്യ നിലയവും നീയേ, സൃഷ്ടിയും സംഹാര രൂപവും നീയേ, സകല സ്വരൂപ നിൻ ലീലാവില. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ നടന്ന പൊതുസമ്മേളനം മുൻ DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഒരു ഓണം പരിപാടി, ഓണത്തിനെ സംബന്ധിച്ച് ഒരു പരിപാടി അവിടെ നടക്കുന്നു. ഓണം നാം ആഘോഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കേരളത്തിൽ ഒരു പ്രശസ്തനായ രാജാവും ഉണ്ടായിരുന്നു, ശ്രീ മഹാബലി. മാവേലിയായിട്ടും നാം അവരെ അറിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുമ്പോൾ അന്നത്തെ കേരളത്തിൽ ആളുകൾക്ക് സുഖമാണോ, അവർക്ക് സന്തോഷമുണ്ടോ, അവർക്ക് പട്ടിണി ഒന്നുമില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പാതാളം നിന്ന് ഭൂമിയിലേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം വരുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, സമൂഹത്തിന് ദാരിദ്ര്യമൊന്നുമില്ലായിരുന്നു, ആളുകളുടെ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ മഹാബലി അദ്ദേഹം കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിന് എന്തെല്ലാം കാണാൻ പറ്റും? ആളുകൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹം കുറവായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെ ആരും നോക്കാത്ത ഒരു അവസ്ഥയാണ്. അവർ സ്കൂളിൽ, കോളേജിൽ, വീട്ടിലോ ഒക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. പക്ഷെ അവരെ തടയാനോ അവരെ ഇത് നിയന്ത്രിക്കാനോ ഇത് കുറയ്ക്കാനോ ശ്രമിച്ചാലോ ഇപ്പോൾ ആരും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ സുരക്ഷിതവും അവർ എത്രത്തോളം സുരക്ഷിതമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഇപ്പോൾ പറയുന്നത് ഒരു മിനിറ്റിൽ 50 സ്ത്രീകൾക്ക് മേലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ മിനിറ്റിൽ 50, അതായത് ഓരോ സെക്കൻഡിൽ ഒരു സ്ത്രീയുടെ മേളിൽ നമ്മുടെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് സുരക്ഷ? വയസ്സന്മാർ, നമ്മുടെ മുതിർന്ന ആളുകൾ 65 വയസ്സ് കഴിഞ്ഞ ശേഷമുള്ള ആളുകൾക്ക് അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ മോശമാണ്. അമേരിക്കയിൽ ഒരു വ്യവസ്ഥ ഉണ്ട്. ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ അതിനുശേഷം നിർബന്ധമായിട്ട് വയസ്സായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഭവനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയി അവിടെ താമസിക്കണം. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ഇന്ത്യയിൽ അതുമില്ല, നോക്കുന്നുമില്ല. അവർക്ക് വേണ്ടി നല്ല ഒരു വ്യവസ്ഥ നാം ഒന്നും ചെയ്തിട്ടുമില്ല. ഒരു സർക്കാരിനെ എത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും? ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ പഞ്ചായത്തിൽ ഇപ്പോൾ 2, 3, 4 വയസ്സായ ആളുകൾക്ക് വേണ്ടി താമസിക്കാനുള്ള
ഇതുപോലെയുള്ള ഭവനങ്ങൾ ഇനിയും ഉണ്ടാക്കണം. വീട്ടിലെ ഇരിക്കുമ്പോൾ അവരെ നോക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ മരുമോളോ ഇല്ലെങ്കിൽ മകനോ അവരോട് മോശമായിട്ട് സംസാരിക്കുന്ന ആ ഗതികേട് നിന്ന് ഒഴിവാക്കിയാലേ മതിയാവൂ. മഹാബലിയുടെ സമയമുള്ള അദ്ദേഹത്തിൻ്റെ വരവിൽ അദ്ദേഹം ഇന്ന് വന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരവിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 100% സാക്ഷരത നാം നേടി, അത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണം, എത്രത്തോളം ഗുണം നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി. നമ്മളെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയും ആളുകൾ കുറച്ച് ഒരു 10% ആളുകളെങ്കിലും ദാരിദ്ര്യത്തിൽ കിടക്കുന്നു. ഒരു നേരം പോലെ കഴിക്കാൻ ഭക്ഷണമില്ല. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇപ്പോൾ 77 വർഷങ്ങളാവാൻ പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് സായിപ്പന്മാർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞല്ലോ. ഇനി 77 വർഷം കൊണ്ട് ഭരണം നമ്മുടെ കയ്യിലല്ലേ, നമ്മളെന്ത് ചെയ്തു? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിനോട് വിടാതെ ചില കാര്യങ്ങൾ നാം തന്നെ കയ്യിലെടുക്കണം. കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായ ആളുകൾ, അവർക്ക് വേണ്ടി നമ്മൾ സമൂഹത്തിൽ തന്നെ ആളുകൾ കുറച്ച് മുന്നോട്ട് വരണം. കുട്ടികളുടെ കാര്യമാണെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ലക്ഷണങ്ങളുണ്ടാവും. രാത്രിയിൽ അവർ കിടക്കുന്നില്ല, ക്ലാസ്സിൽ അവർ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ ഗ്രേഡ് താഴത്തിലേക്ക് പോകുന്നു. അമ്മ അച്ഛനോട് കയറി സംസാരിക്കുന്നു, എപ്പോഴും അമ്മനോട് പൈസ ചോദിച്ചിരിക്കുന്നു, ഒറ്റയ്ക്ക് മുറിയിൽ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അമ്മ അച്ഛൻ അപ്പോൾ തന്നെ കുട്ടിയെ ഒരു കൗൺസിലറോ ഇല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാൻ നിർബന്ധമായിട്ട് തയ്യാറാവണം. നമ്മുടെ സമൂഹത്തിൽ നാം തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണം. എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ മേളിൽ വെച്ചിട്ട് ശരിയാവില്ല. സർക്കാരിൻ്റെ കയ്യിൽ വേറെയും പണിയുണ്ട്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യാനുണ്ട്. ലഹരി വസ്തുവിൻ്റെ കാര്യത്തിൽ ചെയ്യുകയാണെങ്കിൽ സർക്കാർ ഒത്തിരി കൗൺസിലർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. സമുദ്ര തീരത്തിൽ ഇത്രയൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ നമ്മുടെ വയസ്സായ ആളുകൾക്കുള്ള കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ വായിച്ചിരുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനിയും അവരുടെ കാര്യങ്ങൾ നന്നായി വരട്ടെ എന്നെ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവരുടെയും ഓണം ആശംസകൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ പി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ശ്രീ കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഒരു വേദന, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നോക്കാത്ത ഒരു സമൂഹം ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ളത് വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവരെയൊക്കെ ഇവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്ര നന്നായിട്ട് ഇവിടെ കൊണ്ടുപോകുന്ന ശ്രീ റുബൽ സിംഗ് അവർക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഇവിടെ ഓണക്കാലമായിട്ട് നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ വന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഇവിടെ വന്ന് പോയതിലുള്ള ആ ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഇവിടെ വരാനുള്ള സാഹചര്യം നേതൃത്വം കൊടുക്കുന്ന റുബൽ സിംഗ് അവരുടെ ഒരു ഈ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു ചടുലതയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു അഭിനന്ദനം പറയുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ സാറ് പറഞ്ഞ എല്ലാം തന്നെ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാറ് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ DGP അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക്
അവർക്ക് സമൂഹത്തിൽ വന്ന അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് ആ ഒരു മാഫിയ സംഘടന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിപത്ത് നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, അത് ഇപ്പം നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതാണ്. കാരണം പത്രം നോക്കാൻ പോലും നമുക്ക് തോന്നാത്ത അത്ര വിധത്തിലുള്ള അത്രയ്ക്കും മൂല്യച്യുതിയുള്ള വാർത്തകളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അമ്മയും ഒക്കെ നമ്മൾ പണ്ട് താമസിച്ചിരുന്നത് എങ്ങനെയാണോ അന്തരീക്ഷമൊക്കെ മാറി. ഇപ്പോൾ നമുക്കറിയാം, ഓരോ റൂമിലും ഇങ്ങനെ മകൻ അല്ലെങ്കിൽ മകൾ ഒറ്റപ്പെട്ട് അവർ മൊബൈലുമായിട്ടിരിക്കുക, അച്ഛനും അമ്മയായിട്ട് സംസാരിക്കുക സമയം ഇല്ലാത്ത മക്കൾ. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കും അവരുടെ മേഖലയിൽ ആ ഉദ്യോഗം കഴിഞ്ഞ് വന്നിട്ട് മക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള സമയക്കുറവ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ സമൂഹം ഇങ്ങനെ പോകുന്നത് മനസ്സിലാക്കുന്നു. എത്ര ഉദ്യോഗസ്ഥരായാലും മക്കൾ എത്ര പഠിക്കുന്ന മക്കളായാലും എല്ലാവരെയും കൂട്ടി യോജിച്ചുകൊണ്ട് ഒരു കുടുംബം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നമുക്ക് വരാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെ ഇപ്പോൾ കാണുന്നില്ല അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നില്ല എന്നാണ് അതിൻ്റെ വാസ്തവം. ഇവിടെ ടീച്ചർമാരെ ആദരിക്കുകയുണ്ടായി. സമൂഹത്തിൽ നന്നായിട്ട് മക്കളെ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർ അവരേറ്റവും നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തമ മാതൃകകളാണ്. അപ്പോൾ അവരൊക്കെ തന്നെ പഠിപ്പിച്ച് അവരുടെ ആ ഒരു സമയം കഴിഞ്ഞാലും അവരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. സമൂഹത്തിന് നന്മ നിറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മക്കളെ കൊണ്ടുപോകേണ്ടുന്നത് എന്നൊക്കെ സമൂഹത്തിന് മാതൃകയായി നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിൽ കുട്ടിയെ അടിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ്. കാരണം മക്കൾ നന്നാവാനാണ് അടിക്കുന്നതെന്നുള്ളൊരു ബോധ്യം പേരൻസിനില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവർ ഇടപെടുന്നതുകൊണ്ട് നമ്മുടെ അധ്യാപകരൊക്കെ തന്നെ പഴയ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായത് പറയുകയാണ്, പഴയ ഒരു കാലഘട്ടമല്ല. കാരണം ഞാൻ ചെയർപേഴ്സണിന് ശേഷം നമ്മുടെ നഗരസഭകളിൽ 10 ഗവൺമെൻറ് സ്കൂളുണ്ട്, നമ്മുടെ നഗരസഭ കീഴിലുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മക്കളെ അടിക്കാറില്ലേ? അതടിക്കാറുണ്ട്. എന്തിനാണ് അടിക്കുന്നത്? അത് നന്നാവാനായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ മക്കളെ അതുപോലെ തന്നെയാണ്, മക്കളെപ്പോലെ കാണുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ളൊരു ശാസിക്കുന്ന അല്ലെങ്കിൽ അടിക്കുന്ന എന്നുള്ള പ്രവൃത്തിയിലിട്ട് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് വിചാരിക്കാമല്ലോ. പക്ഷേ അവർ നന്നായിട്ട് കൊണ്ടുവരണം. അവർ നല്ല പഠിച്ച് മുന്നേറുന്നതിലുപരി ഒരു നല്ല സമൂഹത്തിൽ നല്ല വ്യക്തിയാകുക എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് ഇപ്പോഴുള്ള ഒരു മനോഭാവം അവരെ ഇങ്ങനെ പിറകിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തുള്ള സ്കൂളുകളിൽ കൊണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ അംഗൻവാടിയിൽ കൊണ്ടാക്കാറില്ല. ഇപ്പം യഥാർത്ഥത്തിൽ അംഗൻവാടിയിൽ കൊണ്ടാക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആ മാനസിക ഉല്ലാസം, അവരുടെ ആ ചെറിയ പ്രായത്തിലുള്ള ആ തലച്ചോറിൽ ഉണ്ടാകുന്ന അവർക്ക് അപ്പോഴാണ് വളർച്ച. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കളിക്കുന്ന പ്രായം കളിക്കാതെ തന്നെ ഇപ്പോൾ 2.5-3 വയസ്സാകുമ്പോൾ തന്നെ ടൈയൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് കുട്ടികളെ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്ന മാതാപിതാക്കളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അംഗൻവാടിയൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇപ്പം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ ടീച്ചേഴ്സ് ഇങ്ങനെ ഓടുകയാണ്. കാരണം 3 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ നോക്കുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടാക്കുകയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പേരൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അറിയാം, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനുണ്ടാകുന്ന വിപത്ത്. കാരണം ഇങ്ങനെ കുട്ടികളുടെ കളിക്കാനുള്ള സമയത്ത് കളിക്കുകയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള സമയത്ത് അവരവിടെ ആക്കാതെ മറ്റുള്ള സ്കൂളിലാക്കുമ്പോൾ അവർ അടച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലിരുന്ന് അവരുടെ ആ ഒരു അത്രയുമുള്ള വളർച്ച മുരടിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇടപെടാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടെന്നറിയാമോ? നമ്മൾ പണ്ടൊക്കെ 2-3 വയസ്സുള്ള കുട്ടികൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നിഷ്കളങ്കരാണ്. കാരണം അവർക്ക് കളങ്കമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഇടപെടാനൊക്കെ ഉള്ള ഒരു പണ്ടൊക്കെ നമ്മളൊക്കെ നമ്മളൊക്കെ ഒരുപാട് പേരോട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം 2-3 വയസ്സായ തന്നെ കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഒരു അപരിചിതത്വം അല്ലെങ്കിൽ ചിരിക്കാൻ പോലും വയ്യാത്തൊരു കണ്ടീഷനാണ്. കാരണം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുക നമ്മുടെ സമൂഹം. പിന്നെ എന്തിനു പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരുപാട് പേര് എൻ്റെ കൂടെ അഗതി മന്ദിരത്തിലാക്കുന്ന കാര്യമായിട്ട് എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടാക്കാനുള്ള ഒരു ഇടമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ഇവിടെ ഞാൻ
റിവത്സംഗം സാറുമായിട്ട് ഒരുപാട് തവണ 1-2 അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഒരുപാട് ഈ ഒരു നിർബന്ധപൂർവമായിട്ടുള്ള ഇടപെടൽ വന്നുകൊണ്ട് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ അമ്മയെ അവിടെ ആക്കാൻ പറ്റിയില്ല, ഗാന്ധി ഭവനിൽ കൊണ്ടാക്കി. നമുക്കറിയാം വയനാടൻ ദുരന്തം വന്നപ്പോൾ തന്നെ ഒരു നിമിഷം ഒരു രാത്രി കൊണ്ട് എല്ലാം ഇങ്ങനെ ഉറ്റവരും ഉടവരെയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് അന്നത്തെ ആ ഒരു രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ട ഒരുപാട് അനേകം ആൾക്കാർ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ തന്നെ ഈ സമൂഹ മനസ്സാക്ഷിക്ക് ഇത്രയും നല്ല മനുഷ്യരുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഉദ്ഘാടനം സാറ് പറഞ്ഞ പോലെ എന്താണ് മഹാബലി വരുമ്പോൾ നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് വിഷമമായിരിക്കുമെന്നാണ്. കാരണം പഴയ ആ ഒരു സ്നേഹവും അടുപ്പവും അതുപോലെ ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. കാരണം പല അവസരങ്ങളും പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ ഇപ്പോഴും ഈ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ഈ നമുക്ക് വഴികാട്ടിയാലും മനുഷ്യന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചടങ്ങിൽ തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ച ഇന്ദിരാമ എസ്, ഷീല ബി എസ്, സുഭദ്ര കെ, ജയന്തി സി എസ്, റാബിക ബീഗം എ, സിറാജുദ്ദീൻ എസ് വി, ചന്ദ്രമതി അമ്മ, വസന്ത ആർ, ജലജകുമാരി അമ്മ എസ് തുടങ്ങിയ അധ്യാപകർക്കും തിരുവനന്തപുരം ആമയിഴഞ്ചാൻ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കൊല്ലം ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സായ വിജേഷ്, ജിതിൻ, ദീപക്, ഷഹീർ, ഹനീഷ് ലാൽ, ഹരിരാജ് തുടങ്ങിയവർക്കും സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. ഈ സമുദ്രതീരം വയോജന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ ഓണോത്സവം 6-ാം തീയതി ബഹുമാന്യനായ MP ശ്രീ NK പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്, MLA ശ്രീ M നൌഷാദ് അടക്കം ഒട്ടേറെ പ്രമുഖർ ഈ വേദിയിൽ വന്നു പോവുകയുണ്ടായി. ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ, ഇന്ന് തന്നെ തിരുവാതിര അടക്കമുള്ള വിവിധങ്ങളായ കലാപരിപാടികൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ AM സ്കൂൾ, UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സന്ദർശനവും ഒരു പിറന്നാൾ ആഘോഷവും ഒക്കെ അല്പം മുമ്പ് നടന്നു കഴിഞ്ഞു. എന്തായാലും സമുദ്രതീരത്തിന് ഇപ്പോൾ 35 അച്ഛനമ്മമാർ ഇവിടെ താമസിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലായി നിന്ന് വന്നെത്തിയ 300-ലധികം ആളുകൾ ഈ കുടുംബത്തിലേക്ക് വന്നതാണ്. അതിൽ 90% ആളുകളെയും സ്വന്തം കുടുംബങ്ങളിലേക്ക് തിരികെ അയക്കുവാൻ നിയമ പോരാട്ടങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് ഈ പ്രസ്ഥാനം. ഇവിടെ റൂവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായ ഒരു ആംബുലൻസ് സർവീസ് ഈ നാട് മുഴുവൻ സൗജന്യമായി പെട്രോൾ പോലും അടിപ്പിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ട് നിറയെ വസ്ത്രങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കും ഏത് അപകടത്തിൽപ്പെട്ടാലും ആശുപത്രിയിലെത്തുമ്പോൾ അവിടെ നിന്ന് അലമാരയിൽ നിന്ന് സൗജന്യമായ വസ്ത്രമെടുക്കാം. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച 600-700 പേര് പങ്കെടുക്കുന്ന വിപുലമായ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതികൾ, പാവപ്പെട്ട പെൺമക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിനും വിവാഹം ചെയ്യിക്കുന്നതിനുള്ള സഹായ പദ്ധതികൾ തുടങ്ങി ഒട്ടനവധിയായ പദ്ധതികൾ നടപ്പാക്കി വരുമ്പോഴാണ് സമുദ്രതീരം എന്നുള്ള ഒരു അഭയകേന്ദ്രം കൂടി തുടങ്ങിയത്. അതിൻ്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 400 മീറ്റർ അപ്പുറത്തായി ഒരു മനോഹരമായ കെട്ടിടം കൂടി പൂർത്തിയായി വരുന്നു. അച്ഛന്മാർക്കോ അമ്മമാർക്കോ രണ്ടിലേതെങ്കിലും ഒരു കൂട്ടർക്ക് അവിടെ താമസിക്കുവാനുള്ള സംവിധാനമുള്ളൂ. സർക്കാരിൻ്റെ ചട്ടമനുസരിച്ച് അച്ഛന്മാരും അമ്മമാരും കൂടി ഒരു കൂരയ്ക്ക് കീഴിൽ പറ്റില്ല. അതുകൊണ്ട് 2 കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് താമസിക്കാൻ കഴിയുള്ളൂ. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഏതാണ്ട് കഴിഞ്ഞ 4 വർഷമായി നല്ല രീതിയിലൂടെ പ്രവർത്തിച്ചു വരുന്നു. നേരത്തെയും പല സംരംഭങ്ങളിൽ ഇവിടെ വരുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമാണ്, മാതൃകാപരമാണ്. ജീവിതത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, മനസ്സിൻ്റെ ചില തലങ്ങളിൽ
നമ്മൾ പുണ്യം ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ള ചിന്താഗതി വരുമ്പോൾ നാം അറിയാതെ തന്നെ അതിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും. ആ ഒരു മഹാമനസ്കത കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന റൂവൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ് പലതും നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഓണ അവസരങ്ങൾ നല്ല രീതിയിൽ സദ്യ ഒരുക്കി ഏതാണ്ട് 10 ദിവസമായി ഇവിടെ ആഘോഷിച്ചു വരികയാണ്. ഈ ആഘോഷങ്ങൾ വെറും ആഘോഷങ്ങൾ മാത്രമല്ല, ഇവിടെ നൃത്തങ്ങൾ, കവിത ചൊല്ലാനുള്ള അവസരങ്ങൾ, അതെല്ലാം ആസ്വദിക്കുവാൻ നമ്മുടെ ഇവിടെ താമസിക്കുന്നവരെ കൊണ്ട് ആസ്വദിപ്പിക്കുന്ന രീതിയിൽ അവരെ അണിഞ്ഞൊരുക്കി ഈ വേദികളിൽ, രംഗങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമകരമായ ജോലി കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഹജീവികളുള്ള ഒരു സഹനം എന്നുള്ള രീതിയിൽ അതെല്ലാം ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്ന, എല്ലാ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, വലിപ്പച്ചെറുപ്പം നോക്കാതെ ഈ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ ഔന്നത്യത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന, കാക്ഷിക്കുന്ന, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള, ഇതിൽ എപ്പോഴും ഭാഗഭാക്കുകളായിട്ടുള്ള എല്ലാവരെയും മുക്തകണ്ഠമായി പ്രശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. ഇപ്പോൾ ശ്രീകണ്ഠ സാർ ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ഒരുപാട് ആദരവ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പെൻഷനാകുമ്പോഴും മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടാറുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ആദരവ് കിട്ടുമ്പം അതിൻ്റെ സവിശേഷത വളരെ മഹത്തരമാണ്. മാത്രമല്ല, ഈ വേദിയിൽ 2 തരം വിഭാഗങ്ങളെയാണ് ആദരിച്ച് കണ്ടത്. ഒന്ന് അധ്യാപകർ, മറ്റൊന്ന് ഫയർഫോഴ്സിലെ ജീവനക്കാർ. ഈ 2 ഗ്രൂപ്പുകളും ചെയ്യുന്നത് സമൂഹത്തിൽ വിലമതിക്കാനാകാത്ത സേവനമാണ്. ഇവിടെ അധ്യക്ഷനും മറ്റുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ സേനാംഗങ്ങളാണെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകി നമ്മെ പരിപാലിക്കുന്നു. അധ്യാപകർ അതിനേക്കാൾ മഹത്തരമായ കാര്യം, ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം, അവരുടെ വികാസം, സമൂഹത്തിൻ്റെ ഉന്നമനം ഒക്കെ ലാക്കാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും ഈ സ്ഥാപനത്തിന് എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ഇവിടുത്തെ അച്ഛനമ്മമാർക്കൊപ്പം അല്പനേരം ഇവിടെ ഇരിക്കാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകർ മുഴുവൻ പേർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമുദ്രതീരൻ ട്രസ്റ്റ് നടത്തുന്ന റൂവൽ സിംഗ് എന്ന് പറയുന്ന സാറിന് എത്ര നന്ദി പറഞ്ഞിരുന്നാലും തീരാത്തത്ര കടപ്പാടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ നോട്ടീസിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് അപ്പോഴാണ് എൻ്റെ ഒരു സഹോദരൻ ശ്രീകണ്ഠൻ ഇന്നലെ 2 ദിവസം മുമ്പ് എന്നെ വന്ന് വിളിച്ച് ഇവിടെ വരണം, ഇന്ന കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് ഞാനിവിടെ വന്നതും, അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷവും ഇവിടെ ഈ താമസിക്കുന്ന ആളുകളെ പരിചരിക്കുന്ന രീതികളും എല്ലാം വളരെ നല്ല രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ല കാര്യം ചെയ്യുന്ന റൂവൽ സിംഗിന് എത്രത്തോളം നന്ദി പറയാമോ അത്രയും ഞാൻ പറയുകയാണ്. ഇന്നിവിടെ വന്ന് നിൽക്കുന്നതിന് എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന ഈ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാ ഭാരവാഹികളോടും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ വീട് പാരിപ്പള്ളിയിൽ നിന്ന് കിഴക്കോട്ട് 2 കിലോമീറ്റർ അപ്പുറം കുളമട എന്ന സ്ഥലത്താണ്. പക്ഷേ ഇന്നലെ ശ്രീകണ്ഠ സാറ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ചടങ്ങിനായിട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കാര്യം അറിയുന്നത്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഈ ആകെ അറിഞ്ഞിട്ടുള്ളത് പത്തനാപുരം ഗാന്ധി ഭവനെ കുറിച്ച് മാത്രമാണ്.
എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ കുളമട, പാരിപ്പള്ളി, ഇപ്പം കല്ലുവാതുക്കൽ, ഇപ്പം എത്ര സ്ഥാപനങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? അതിനുള്ള കാര്യം എന്ത്? പണ്ടും ഉണ്ടായിരുന്നല്ലോ. പണ്ട് അച്ഛനമ്മമാർക്ക് 10-12 മക്കളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. നമുക്ക് കേട്ടുകേൾവിയുള്ളത് ആകെ ഗാന്ധി ഭവനെ കുറിച്ച് മാത്രമാണ്. പക്ഷേ ഇപ്പം മുക്കിലും മൂലയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കഷ്ടപ്പാടുകളൊന്നും അറിയിക്കാതെ എല്ലാവിധ സ്നേഹവും അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് അവരെ നമ്മൾ വളർത്തി വലുതാക്കി വേണ്ട വിദ്യാഭ്യാസവും കൊടുത്ത് എന്ത് ചെയ്യുന്നു? ലണ്ടനിലും അമേരിക്കയിലും, ഇപ്പം ലണ്ടനും അമേരിക്കയാണ്, കേരളത്തിൽ ജോലി കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ലണ്ടനിലും അമേരിക്കയിലോട്ടൊക്കെ പോയി അവിടെ പോയി അവർ ജോലിയും മേടിച്ച് കഴിയുമ്പോഴും അച്ഛനും അമ്മയും ഇവർക്കൊരു ബാധ്യതയായി തീരുന്നു. അച്ഛനും അമ്മയും മാത്രമുണ്ട്. അതിൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ ഒറ്റപ്പെടും, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ ഒറ്റപ്പെടും. ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് മക്കൾക്ക് പിന്നെ അച്ഛനും അമ്മയും ഒരു ബാധ്യത തന്നെയാണ്. അപ്പോഴാണ് അവർ ഈ അച്ഛനും അമ്മയും പിന്നെ അവർക്ക് നോക്കാൻ പറ്റും. ലണ്ടനിലും അമേരിക്കയിൽ നിൽക്കുന്നവർക്ക് ലണ്ടനിലും അമേരിക്കയിൽ അച്ഛനും അമ്മയെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റൂല. അവർക്ക് ഇവിടെ നിന്ന് താമസിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ അവർ ആശ്രയിക്കും. എനിക്കറിയാവുന്ന ഒരു കക്ഷിയാണ്, ഞാൻ പറയുന്നില്ല, പക്ഷേ പത്തനാപുരത്ത് ആ കക്ഷിയുടെ അച്ഛനെ താമസിപ്പിക്കാനുള്ള സൗകര്യം കിട്ടിയപ്പം പറഞ്ഞു, രക്ഷപ്പെട്ട് അച്ഛൻ അവിടെ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചാൽ അതാണ് ആ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന കേൾക്കാൻ നമുക്ക് എന്ത് വിഷമമാണല്ലേ. നമ്മൾ എന്ത് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മക്കളാണ്. പക്ഷെ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥാപനം നല്ല ഉയർച്ചയിലുണ്ടാകട്ടെ എന്ന് പറയും. പക്ഷേ ഇവിടുത്തെ അംഗസംഖ്യ ഒരിക്കലും കൂടരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ഒരിക്കലും കൂടരുത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ അംഗസംഖ്യ കൂടരുത്. ഈ അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാവുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോഴേ നമുക്ക് എന്താ പറയുന്നത്, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ലേ? നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിൻ്റെ ഭാഗധേയം ക്ലാസ് മുറികളിലാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്നുള്ള ഖോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് ശരിയായ ഒരു കാര്യമാണ്. അപ്പോൾ അധ്യാപകരെ ആദരിക്കലെന്ന് പറയുന്നത് ഏറ്റവും നല്ലമായ ഒരു മുഹൂർത്തമാണ്. സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ ഓർഗനൈസേഷൻ കമ്മിറ്റി, അതിൻ്റെ സംഘാടകരും മറ്റ് രൂപീകരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഒരു പിതാവിൻ്റെ പ്രായമുള്ളവരുണ്ടാകാം, എൻ്റെ സഹോദരങ്ങളുടെ പ്രായമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ അനിയന്മാരുടെ പ്രായമുള്ളവരുണ്ടാകാം, സഹോദരിമാരുടെ പ്രായമുള്ളവരുണ്ടാകാം. എന്തായാലും എല്ലാവരെയും എൻ്റെ ബഹുമാന്യ മിത്രങ്ങളെ എന്ന് സംബോധന ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇത്തരം വേദികളിൽ വരുന്നതിനും സന്തോഷം പങ്കിടുന്നതിനും. മുമ്പൊരിക്കൽ ഈ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ആദ്യത്തെ ചടങ്ങ്, അധ്യാപകരെ ആദരിക്കുന്ന ആദ്യത്തെ ചടങ്ങിൽ എന്നെയും ക്ഷണിച്ചിരുന്നു. ഞാൻ വന്നിരുന്നതാണ്, പങ്കെടുത്തതാണ്. റൂൽ സിംഗിനെ ഈ സമുദ്രതീരത്തിൻ്റെ പരിപാടികൾ, റൂൽ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിപാടികൾ, അതായത് ചാരിറ്റബിൾ വർക്കുകൾ, വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അത് ശരിക്കും ഒരു ബോധവൽക്കരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ പത്രങ്ങളിൽ വായിക്കുമ്പോൾ സത്യത്തിൽ റൂൽ സിംഗിനോട് പ്രത്യേക ഒരു സ്നേഹം, ബഹുമാനം തോന്നിപ്പോകുന്നുണ്ട്. റൂൽ സിംഗിനോടും റൂൽ സിംഗിനെ സഹായിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ഈ വേദിയിലിരിക്കുന്ന അവരോടും പ്രത്യേകം ഒരു സ്നേഹവും നന്ദിയും ബഹുമാനവും തോന്നാറുണ്ട്. മാത്രമേ ഈ പത്രം എടുത്ത് വായിക്കുമ്പോൾ ഈ സമുദ്രതീരം പരിപാടികൾ, സമുദ്രതീരത്ത് നടക്കുന്ന പരിപാടികളെല്ലാം വായിക്കാറുണ്ട്. സത്യത്തിൽ ഈ ജോലിത്തിരക്കെന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളെ വളർത്തുന്ന ജോലിയാണ്. അത് വലിയൊരു ജോലിയാണ്. അതുകൊണ്ട് എപ്പോഴും ഓടിയെത്താൻ പറ്റുന്നില്ല. എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നതിൽ എല്ലാവരും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ സമുദ്രതീരത്ത് നേരത്തെ തന്നെ എൻ്റെ വീട്ടിലെ സാറിനെ ഇതുപോലെ ആദരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിപാടികളൊക്കെ അറിയാറുണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാരനായ എൻ്റെ സഹോദരൻ റൂവൽ സിംഗിന് എത്ര നമ്മൾ
പിന്നെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം കടപ്പാടും ആദരവും നൽകേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അച്ഛനമ്മമാരെ മക്കൾ പോലും നോക്കാത്ത ഈ കാലത്ത് ഈ അമ്മമാരെയും സഹോദരങ്ങളെയും അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് അവരനാഥരല്ല സനാഥരാണെന്നുള്ള ഒരു ബോധം നൽകി അവരെ ഈ സംരക്ഷിക്കുന്നതിൽ റുവൽ സിംഗിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം അദ്ദേഹത്തിന് ഇനിയും ഇതെല്ലാം തുടർന്ന് നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. നമ്മുടെ സമൂഹത്തിൽ 3 സ്ഥാപനങ്ങൾ ഇന്ന് നാൾക്ക് നാൾ കൂണ് പോലെ പൊന്തി വരുന്നുണ്ട്. അതിൽ 2 നമ്മൾ കഴിക്കുന്ന വിഷത്തിൻ്റെ ചികിത്സയ്ക്കായി ഓടി നടക്കുന്നതാണ്, ഹോസ്പിറ്റലുകളും മെഡിക്കൽ സ്റ്റോറും. പിന്നെ 1 ഇതുപോലുള്ള അഗതി മന്ദിരങ്ങളാണ്. അത് നമ്മുടെയൊക്കെ അറിവുകേട് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് കൂണ് പൊന്തി വരുന്നത്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് മാതാപിതാക്കളോട് യാതൊരു ആത്മബന്ധവുമില്ല. അവർക്ക് വേണ്ടത് ഇതുപോലൊന്ന് മാത്രം മതി, കഴിക്കാൻ സമയത്തിന് ഭക്ഷണവും, പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ മൊബൈലും കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ 2 വ്യക്തിയും കഴിഞ്ഞാൽ അവർക്ക് വേറൊന്നും ഈ ഭൂമിയിൽ വേണ്ട. അങ്ങനെ പോവുക നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ. എല്ലാവർക്കും ഇപ്പം മാതാപിതാക്കൾ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുക. നാളെ നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏവർക്കും അതൊരു ഭയപ്പാടോടുകൂടി കാണേണ്ടതുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ വലുതായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അമ്മത്തണൽ എന്നൊരു കവിത കൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് ഏവർക്കും ചൊല്ലുകയാണ്. അതിലേക്ക് ഞാൻ കടക്കാം. കവിത അമ്മത്തണൽ. തണലില്ലാത്തൊരു കിളിയായി പാറിപ്പറന്നു ഞാൻ, തണൽ തേടുന്നൊരു മനമോടെ ഏങ്ങി നടന്നു ഞാൻ. തണലില്ലാത്തൊരു കിളിയായി പാറിപ്പറന്നു ഞാൻ, തണൽ തേടുന്നൊരു മനമോടെ ഏങ്ങി നടന്നു ഞാൻ. ഇടവഴി പല വഴി പാറി പല മരക്കൊമ്പുകൾ തേടി മൂകമനസ്സിന്നോടെ മൂളിയിരുന്നു ഞാൻ. കൊഴിഞ്ഞൊരു കാലം കൊതിയോടെ ഓർത്തിരുന്നൊരു നേരം പൊടിഞ്ഞൊരു മിഴുനീരെന്നിൽ മെല്ലെ വീണതുപോയി. അമ്മത്തണലിൻ മടിയിൽ കൊഞ്ചിക്കൊളിച്ചൊരു നാളിൽ അമൃതം നുകരും മഴകോ. കവയിത്രി ഷീബ ഷാനവാസ് യോഗത്തിന് ആശംസ അറിയിച്ചു. ഷീബ ഷാനവാസിനും സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. വളരെ ദൂരെ യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞ് നമ്മുടെ മുഖ്യാതിഥി ഋഷിരാജ് സിംഗ് സാർ, ശ്രീജ മാഡം, നഗരസഭയുടെ ചെയർപേഴ്സണായ ശ്രീജ മാഡം, മറ്റ് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വന്ന അധ്യാപകർ, ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ തുടങ്ങി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.